മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സ്നേഹത്തോടുകൂടെ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ഒരു പ്രഭാതം ഒരു ദിവസത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ ഈശോടൊപ്പമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ മേൽ നിറയുകയാണ്. ഈ ഒരു ദിവസം മുഴുവനും ജീവിക്കാൻ ആവശ്യമായ ശക്തി ഈ നിമിഷം നമ്മൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രവിക്കുന്നത് ഫരിസയരുടെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ചുങ്കക്കാരൻ അനുതാപമുള്ള ഹൃദയത്തോടു കൂടെയാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും അനുതാപമുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുതാപമുള്ള ഹൃദയമുള്ളവരാക്കി മാറ്റി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ശക്തമായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോ ചുങ്കക്കാരൻ്റെയും ഫരിസയൻ്റെയും പ്രാർത്ഥന നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. 2 പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നു. ഈശോ ഇങ്ങനെയാണ് പറയുക, വചനം ഇങ്ങനെയാണ് തുടങ്ങുക: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അവൻ ഈ ഉപമ പറയുമ്പോൾ അവൻ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ ജീവിക്കുന്നവരെയാണ് അവൻ ഈ ഉപമയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. അവരോടാണ് അവൻ ഈ ഉപമ പറയുന്നത്. തങ്ങൾ നീതിമാന്മാരാണ്, തങ്ങൾക്കൊരു കുറവുമില്ല, ദൈവത്തോടുള്ള ശക്തമായ ബന്ധത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾ പാപികളല്ല, പശ്ചാത്താപിക്കേണ്ട ആവശ്യമുള്ളവരല്ല ഞങ്ങൾ എന്ന നിലയിൽ ആ ഒരു മനോഭാവത്തോടു കൂടെ ജീവിക്കുന്നവരോട് ഈശോ ഈ ഉപമ പറയുകയാണ്. അവൻ ഉപമ പറയുന്നു, 2 പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. അതിൽ ഒരാൾ ഫരിസയനാണ്, മറ്റൊരാൾ ഈ ഇസ്രായേൽ സമൂഹം പാപികളാണെന്ന് മുദ്ര കുത്തിയിരുന്ന ചുങ്കക്കാരനാണ്. ആ ഫരിസയൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് മുൻപിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ട് താൻ വലിയവനാണെന്ന ഭാവത്തോടുകൂടെ ആ ഫരിസയൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അവൻ ഇവിടെ തന്നെ നീതിമാനാക്കുമ്പോൾ അവൻ കുറേയധികം ആൾക്കാരെ വിധിക്കുന്നത് നമ്മൾ കാണുകയാണ്. വിധിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടെയാണ് അവൻ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, വചനം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും, നീതീകരിക്കുന്നവൻ ദൈവമാണ്, വിധിക്കുന്നവൻ ദൈവമാണ്. ദൈവത്തിനാണ് ഒരാളെ നീതീകരിക്കുവാനുള്ള അധികാരമുള്ളത്, ദൈവത്തിനാണ് മനുഷ്യനെ വിധിക്കുവാനുള്ള അധികാരമുള്ളത്. അവിടുന്ന് ശക്തമായ താക്കീത് വചനത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ആരെയും നിങ്ങൾ വിധിക്കരുതെന്ന് പറയുന്നുണ്ട്. ആരെയും വിധിക്കുവാനായിട്ട് നമുക്ക് അവകാശം ദൈവം നൽകിയിട്ടില്ല. ആരെയും നിങ്ങൾ വിധിക്കരുത്.
ഇവിടെ ഈ ഫരിസയൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കപ്പെട്ടില്ല എന്നാണ് ഈ വചനഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ചുങ്കക്കാരൻ അങ്ങ് അകലെ നിന്ന് തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, യഥാർത്ഥത്തിൽ ചുങ്കക്കാരൻ തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അവൻ അകലെ നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്താൻ താൻ അർഹതപ്പെട്ടവനല്ല, തനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: പിതാവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമെന്നാണ് പറയുക. ഇനിയും നമ്മൾ ഈ ഫരിസേനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ നല്ലവനാണെന്നാണ് അവൻ ചുരുക്കത്തിൽ മൊത്തത്തിൽ അവൻ പറഞ്ഞു വയ്ക്കുക. ഞാൻ നന്നായിട്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അവൻ പറയുക. നമുക്കറിയാം, ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫരിസേനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. എന്നാൽ ഈശോ അതിനപ്പുറം കടത്തി എന്ന് പറയുകയാണ്. ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നത് മാത്രമല്ല, നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിനോടൊപ്പം തന്നെ കരുണയുള്ള മനോഭാവം, അതുപോലെ തന്നെ എളിമയുള്ള മനോഭാവം, അല്ലെങ്കിൽ ഒരു പശ്ചാത്തപിക്കുന്ന ഹൃദയം നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചുങ്കക്കാരൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്: പിതാവേ, ഞാൻ പാപിയാണെന്നാണ് പറയുക. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ അവസാന നിമിഷം ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് തന്നെ 2 കള്ളന്മാർ ഈശോയുടെ ഇടതും വലതും കിടപ്പുണ്ട്. അതിലൊരുത്തൻ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ പഴി പറയുന്നുണ്ട്. എന്നാൽ മറ്റവൻ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ശിക്ഷ, നമുക്ക് ന്യായമായ ശിക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇവൻ നീതിമാനാണെന്നാണ് നല്ല കള്ളൻ മറ്റേ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കള്ളനോട് പറയുക. നമ്മൾക്ക് കിട്ടിയ ശിക്ഷ ന്യായമാണ്, എന്നാൽ ഇവന് കിട്ടുന്ന ശിക്ഷ അന്യായമായ ശിക്ഷയാണ് ഇവന് കിട്ടുന്നത്. ഈശോയെ നീതിമാനായിട്ട് കണ്ടിട്ട് അവൻ ഈശോയോട് പറയുകയാണ്, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ഈശോയോട് പറയുന്നുണ്ട്. എത്ര മനോഹരമായ പ്രാർത്ഥനയാണത്! തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ കണ്ടെത്തുന്നത് താൻ പാപിയാണെന്ന് അവൻ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീതിമാനായവനോട് പറയുകയാണ്, എന്നെ അങ്ങ് ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഈശോയിലെ സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട മനോഭാവം, നമ്മളെ തന്നെ നീതീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ നമ്മൾ ഈ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ ആ ഫരിസയൻ നീതീകരിക്കപ്പെട്ടവനായി, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചുങ്കക്കാരൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് പറയുന്നത്. സ്വയം തന്നെ നീതീകരിക്കുന്നവനല്ല ശരിക്കും നീതീകരിക്കപ്പെടുന്നത്. തന്നെ ദൈവത്തിന് മുൻപിൽ തൻ്റെ അവസ്ഥ, തൻ്റെ ഇല്ലായ്മ ഏറ്റുപറയുന്നവനെ ദൈവം ഇവിടെ നീതീകരിക്കുകയാണ്. ഇവനെ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് അവനെ മടക്കി അയക്കുന്നത്, അവൻ ആരുടെ മുൻപിലാണോ സത്യസന്ധമായിട്ട് തന്നെ തുറന്നു വയ്ക്കുന്നത്, ആ ദൈവമാണ് അവനെ നീതീകരിക്കുന്നവനായിട്ട്, അവനെ നീതീകരിച്ചിട്ട് അവനെ വീട്ടിലേക്ക് അയക്കുന്നത്. അവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ ശക്തമായിട്ട് ഈ ഒരു വചനം നമ്മെ ഓരോരുത്തരെയും സ്വാധീനിക്കട്ടെ. വചനത്തിൻ്റെ ചുരുള് നിവരുമ്പോൾ പ്രകാശം പരക്കുന്നുവെന്നും എളിയവർക്ക് അത് അറിവ് പകരുന്നുവെന്നും വചനത്തെക്കുറിച്ച് വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ കാൽ ചുവട്ടിലിരുന്ന് സ്വന്തം കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകിയ ആ പാപിനിയായ സ്ത്രീ, എന്നിട്ട് അവൾ തൻ്റെ മുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, ഇവള് ലോകത്തെവിടൊക്കെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടൊക്കെയും ഇവളുടെ ഈ ഒരു പ്രവൃത്തിയും അനുസ്മരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഈശോയുടെ ഈ ഒരു നമുക്കുണ്ടാവേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പശ്ചാത്തപിക്കുന്ന അനുതാപത്തിൻ്റെ ഒരു മനോഭാവം നമുക്കുണ്ടാവണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നീതീകരിക്കാതെ, മറ്റുള്ളവരെ നമ്മൾ പഴി പറയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരെ വിധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ, ശുദ്ധമായ ഒരു മനോഭാവത്തോടുകൂടെ, ഒരു എളിമയുടെ മനോഭാവത്തോടുകൂടെ, ഒരു അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം ഈ ഒരു വചനം ജീവിക്കുവാൻ കൂടുതൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അനുതാപമുള്ള ഹൃദയത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗവാസികളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയുടെ നിമിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ കേട്ട വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അളവില്ലാതെ സ്നേഹിക്കുന്ന
സ്വന്തം പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പുത്രനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് പങ്കുവെച്ചു നൽകി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോ നിമിഷവും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ അഭിഷേകമാക്കി മാറ്റുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മോശവാസികളെ പരിശുദ്ധ അമ്മേ, വചനം ജീവിച്ച പരിശുദ്ധ അമ്മേ, ഇന്നേ ദിവസം ഈ വചനം ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും ശക്തമായ സാന്നിധ്യവും ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. സ്വർഗത്തിലുള്ള സകല വിശുദ്ധരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായിട്ടുള്ള വിശുദ്ധരെ, ഞങ്ങളോട് ഒത്തിരിയധികം ചേർന്ന് നിൽക്കുന്ന വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കാൻ, വചനം ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നേ ദിവസം നൽകണമേ. ഞങ്ങളുടെ കാവൽ മാലാഖയെ ഞങ്ങളെ ഇന്നേ ദിവസം സംരക്ഷിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായ എല്ലാ കൃപാവരദാനങ്ങളും ഞങ്ങളിൽ നിന്ന് നേടിത്തരണമേ. പ്രിയപ്പെട്ട സ്വർഗവാസികളോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇടവക മധ്യസ്ഥരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക മധ്യസ്ഥരുടെ പ്രത്യേകമായ സാന്നിധ്യം, പ്രത്യേകമായ മാധ്യസ്ഥം ഇന്ന ദിവസം നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
അതിസാന്ത്വനം ആ സ്നേഹസ്പർശനം ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും അഭിഷേകമൊഴുകുന്ന നിമിഷം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ ശ്ലൈഹിക അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സഭയിലെ സകല കർദിനാൾമാരോടും സകല ബിഷപ്പുമാരോടും സകല വൈദികരോടും സകല സന്യസ്തരോടും സമർപ്പിതരോടും സകല ആത്മായരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയം കൂടാരത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർത്തുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെയും ഇന്നേ ദിവസം അവർക്ക് വേണ്ടി ഒരു ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുമല്ലോ. ഈശോ എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഒരു ശുഭദിനം ആശംസിക്കുന്നു.